ബോക്സ് ഓഫീസിൽ പുതിയ ചരിത്രം എഴുതി മലയാളത്തിൽ നിന്ന് 200 കോടി ക്ലബ്ബും പിറന്നിരിക്കുകയാണ്. മലയാള സിനിമയിലെ സർവ്വ റെക്കോർഡുകളും തകർത്തുകൊണ്ടാണ് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് മുന്നേറുന്നത്. 24 ദിവസം കൊണ്ട് 50 കോടിയാണ് തമിഴ്നാട്ടിൽ നിന്ന് മഞ്ഞുമൽ ബോയ്സ് സ്വന്തമാക്കിയത്. ആദ്യമായാണ് ഒരു മലയാള സിനിമ തമിഴ്നാട്ടിൽ നിന്ന് 50 കോടി നേടുന്നത്. റിലീസ് ചെയ്ത 23 ദിവസം പിന്നിട്ടപ്പോഴേക്കും സിനിമ കർണാടകയിൽ നിന്ന് 10 കോടി രൂപ കളക്ട് ചെയ്തു. കർണാടകയിൽ നിന്ന് 10 കോടിയിലധികം രൂപ നേടുന്ന ആദ്യ മലയാള സിനിമ എന്ന പേരും മഞ്ഞുമൽ ബോയ്സിന് തന്നെ. 35 കൊല്ലം മുൻപിറങ്ങിയ ഭരതന്റെ മാളൂട്ടി എന്ന ഒരൊറ്റ സിനിമ മാത്രമേ സർവൈവൽ ഡ്രാമ ത്രില്ലർ ഗണത്തിൽ എടുത്തു പറയാനായി മലയാളിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ചുനാൾ മുൻപിറങ്ങിയ ഹെലനും നമുക്ക് ഓർക്കാവുന്നതാണ്. എന്നാൽ ഈ പെരുമകളെയെല്ലാം ബഹുദൂരം പിന്നിലാക്കുന്ന സാങ്കേതിക തികവ് കൊണ്ട് പ്രേക്ഷകനെ ടെൻഷൻ അടുപ്പിച്ചിരുത്താൻ മഞ്ഞുമലിന് സാധിച്ചു എന്ന് വേണം പറയാൻ. കൊച്ചിയിൽ നിന്നൊരു സംഘം യുവാക്കൾ വിനോദയാത്രയുടെ ഭാഗമായി കൊടൈക്കനാലിൽ എത്തുന്നതും അവിടെ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന സംഭവ വികാസങ്ങളുമാണ് സിനിമ പറയുന്ന കഥ. യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ചിദംബരം ഈ സിനിമ എടുത്തിരിക്കുന്നത്. തമിഴ് ഡബ്ബിംഗ് ഇല്ലാതെ തമിഴ്നാട്ടിൽ 50 കോടി നേടുന്ന ആദ്യ അന്യഭാഷാ ചിത്രമെന്ന റെക്കോർഡും മഞ്ഞുമലിന് തന്നെ സ്വന്തം. കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചത് 60 കോടി രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ 68 കോടി. സിനിമയുടെ മൊഴിമാറ്റ പതിപ്പുകളും എത്തുന്നതോടെ കളക്ഷൻ ഇരട്ടിയായേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പണം വാരിയ സിനിമകളിൽ 1-ാം സ്ഥാനത്താണ് മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമലിന് മുൻപ് ആ സ്ഥാനം കൈയാളിയിരുന്നത് ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത 2018 ആയിരുന്നു. ആഗോള ബോക്സ് ഓഫീസിൽ 175 കോടിയായിരുന്നു 2018 കളക്ഷൻ. എന്നാൽ ആ റെക്കോർഡ് പൊളിച്ചടിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് തകർത്തുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 22 റിലീസ് ചെയ്ത സിനിമ 26 ദിവസങ്ങൾ കൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചത്. പറവ ഫിലിംസിന്റെ ബാനറിൽ സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഗുണാക്കേവിന്റെ പശ്ചാത്തലത്തിലാണ് കഥ വികസിക്കുന്നത്. സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ഭാസി, ബാലു വർഗീസ്, ഗണപതി, ലാൽ ജൂനിയർ, അഭിറാം രാധാകൃഷ്ണൻ, ദീപക് പറമ്പോൽ, ഖാലിദ് റഹ്മാൻ, അരുൺ കുര്യൻ, വിഷ്ണു രഘു എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്.